കണ്ണൂരിലെ അവയവ കച്ചവട ആരോപണത്തിൽ പരാതിക്കാരിയായ യുവതിയുടെ ഭർത്താവിനും ഇടനിലക്കാരൻ ബെന്നിക്കുമെതിരെ പോലീസ് കേസെടുത്തു. വധഭീഷണി, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. എന്നാൽ വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഉൾപ്പെടുത്താതെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം വ്യാജമാണെന്ന് ഇടനിലക്കാരൻ ബെന്നി 24-നോട് പ്രതികരിച്ചു. അപ്പോൾ ബെന്നി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കിഡ്നിൻ്റെ ഏജൻറ്റാണ്. ആ ഏജൻറ്റാണ് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചിട്ട് പറയുന്നത്, മാനസിൻ്റെ കിഡ്നി എടുക്കാം, 9 ലക്ഷം രൂപ തരാം, 9 ലക്ഷം രൂപ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എൻ്റെ കെട്ടിൻ്റെ ഭീഷണിയായിരുന്നു. ആ ഭീഷണി ഞാൻ അയാൾ പറഞ്ഞതെല്ലാം അനുസരിച്ച് കേട്ടു. പേരാവൂർ നെടുമ്പോയിൽ സ്വദേശിനിയായ ആദിവാസി യുവതിയുടെ ഈ വെളിപ്പെടുത്തലാണ് കണ്ണൂരിലെ അവയവ കച്ചവട കണ്ണികളെ കുറിച്ചുള്ള സംശയം ബലപ്പെടുത്തുന്നത്. അതേസമയം ഇടനിലക്കാരനെന്ന ആരോപണം നിഷേധിച്ച് കണിച്ചാർ പെരുന്തോടി സ്വദേശി ബെന്നി, അവയവ കച്ചവടത്തിന് താൻ ഇടനില നിന്നിട്ടില്ല, അവയവദാനത്തിന്റെ നിയമവശങ്ങൾ യുവതിയുടെ ഭർത്താവിന് പറഞ്ഞു നൽകുക മാത്രമാണ് ചെയ്തത്. വൃക്ക സ്വീകരിക്കുന്നവരോട് യുവതി 20 ലക്ഷം ആവശ്യപ്പെട്ടു. ഈ തുക ലഭിക്കാതിരുന്നതാണ് പ്രശ്നങ്ങളുടെ കാരണമെന്നും ബെന്നി. പൈസ ഞാൻ മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടില്ല, പൈസ നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞിട്ടില്ല, ഒരു രൂപ പോലും ഞാൻ കൊടുത്തിട്ടില്ല. അല്ലാതെ വൃക്കയുടെ ബ്രോക്കർ പണിയൊന്നും ചെയ്തിട്ടില്ല. ഈ വൃത്തിയുടെ ബ്രോക്കർ പണി ചെയ്താൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇല്ലില്ല, ഞാൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഒരു പേഷ്യന്റിന് ഒരു കിഡ്നി കൊടുക്കാനെന്നും പറഞ്ഞ് ഞാൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല. അവയവ വിൽപ്പനയ്ക്കായി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ യുവതിയുടെ ഭർത്താവിനും ഇടനിലക്കാരൻ ബെന്നിക്കുമെതിരെ കണ്ണൂർ കേളകം പോലീസ് കേസെടുത്തു. വധഭീഷണി, വീട്ടിൽ അതിക്രമിച്ചു കിടക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി. അതേസമയം വൃക്ക തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 24 കണ്ണൂർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.